ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഇതൊക്കെ വാണാനല്ലേ രേവതി ബ്യൂട്ടി പാർലർ, രേവതി ടൈലറിംഗ് സെൻറ്റർ, രേവതി വെഡ്ഡിങ് കളക്ഷനിലെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ എന്തോരം എടുത്ത് കയറിയാലല്ലേ ഇതിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമൃദ്ധി തരാൻ യേശുക്രിസ്തു മതിയായും. നമ്മുടെ ഫിലിപ്പിയറിൽ പറയുന്നുണ്ട്, ഫിലിപ്പിയർ 4 അധ്യായത്തിൽ പറയുവാണ്, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള്. അപ്പം നമ്മളെ ഓരോരുത്തരെ നിങ്ങൾക്ക് പലർക്കും പണക്കാർക്കൊക്കെ പറയാൻ പാടില്ല, ഈ സ്ഥലത്തൊക്കെ സ്വർണ്ണക്കടയൊക്കെ ആണെങ്കിൽ പണം വേണ്ടേ. ദൈവം ആരെങ്കിലും സൃഷ്ടിക്കുമ്പോൾ പാവപ്പെട്ടവൻ പണം എന്നുണ്ടോ? ശലോമോൻ രാജാവ് പ്രാർത്ഥിച്ചത് കണ്ടോ? ബൈബിളിൽ പറയില്ലേ, നിനക്ക് ജ്ഞാനം കുറവെങ്കിൽ നീ ഫൽസിക്കാതെ പ്രാർത്ഥിച്ചാൽ മതി, അത് തരാന്ന്. അപ്പോൾ എനിക്ക് ഞാൻ എന്നും ഇപ്പോൾ പ്രാർത്ഥിക്കണേ അതാ, എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട്, എനിക്കും അനുഗ്രഹമായിട്ട് മാറ്റാനുള്ള ബുദ്ധി, ജ്ഞാനവും വിവേകവും ആലോചനയും തന്നെയാണ്. നമ്മൾ ഓരോ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒത്തിരി ടെൻഷനേക്കൂടെ ആട്ടോ. ഞാനിങ്ങനെ ഒരു ബോർഡ് കണ്ടു, വാടകയ്ക്ക് കൊടുക്കുവാന്ന്. അപ്പോൾ അവിടെ ഒരു സ്വർണ്ണക്കടയായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് എല്ലാവരും ബോധം കെട്ടുപോയി. ഒരു സെക്കൻഡ് ഞാനത് എൻ്റെ മകന് അയച്ചു കൊടുത്തു, അവനും വിളിച്ചു, ഞാനും വിളിച്ചു. ഇങ്ങനെ ആ കടയെടുത്തു, ഒരു മനുഷ്യരോട് ആലോചിക്കാണ്ട് സ്വർണ്ണക്കട തുടങ്ങാൻ. എന്താണ് അതിൻ്റെ സംഭവം എന്നൊന്നും അറിയാൻ പാടാണ്ട്. അത് കഴിഞ്ഞ് ഇൻറ്റീരിയറുകാരനെ വിളിക്കുക. ആദ്യം കേൾക്കുക സ്വർണ്ണക്കട എന്താണെന്ന് സ്വർണ്ണക്കട നടത്തുന്നവരോട് ചോദിക്കണ്ടേ. നമ്മൾ ഇൻറ്റീരിയറുകാരോട് ചോദിക്കുക. അപ്പോൾ ഇൻറ്റീരിയറുകാരന് ഇൻറ്റീരിയർ വർക്കും കൊടുത്ത് അവർ വർക്കൊക്കെ തുടങ്ങിയിട്ടാണ് സ്വർണ്ണക്കടക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയണേ, ഭയങ്കര റിസ്ക് സംഭവമാണ് ഇത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിൻ്റെ പണി പഠിക്കൽ കൂട്ടൽ. എൻ്റെ അപ്പാ എന്ത് പാടാന്നറിയാം, നമുക്ക് നല്ല പാടാണ്. അപ്പോൾ ആദ്യം പാടറിഞ്ഞായിരുന്നെങ്കിലേ ഞാൻ ഒരിക്കലും ഈ ഫീൽഡിയിട്ട് ഇറങ്ങൂലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അത് യേശുമ്പരാൻ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധി ഞാനും തട്ടഞ്ഞതെല്ലാം പഠിച്ചെടുത്ത് ഞാൻ എല്ലാ അതിൽ ഒരു ബിസിനസ് നടത്താൻ പഠിപ്പിക്കട്ടെ യേശുപ്പൻ. അതിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയാണ് ഫിലിപ്പിയർ 4 പറയുക, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള്. ആമേൻ. ഇത് പറഞ്ഞ് നമ്മളിൽ തന്നേക്കണേ ആ പരിശുദ്ധാത്മാവിൽ ആശ്രയം വയ്ക്കുക. അപ്പാ പിതാവെ പരിശുദ്ധാത്മാവെ സഹായിക്കണേന്ന് പറയാം. ഇപ്പോൾ ബൈബിളിൽ തന്നെ ഫിലിപ്പിയർ 4 തന്നെ പറയണ്ട, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട, ഭാരപ്പെടണ്ട, എല്ലാം പ്രാർത്ഥനയായ സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്തുകൊള്ളും. അപ്പോൾ എന്നാ പറയണം, നിന്നെക്കുറിച്ച് നമ്മളോട് ഭാരപ്പെടണമെന്നല്ലേ. ഇപ്പോൾ പ്രശ്നങ്ങളല്ലേ യേശുവിന് കൊടുത്തേക്കുക, ഭാരമല്ലേ യേശുമ്പരാൻ ചോന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നാ പറയണേ, സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. ഇപ്പോൾ യേശുക്രിസ്തു കർത്താവായതോ കാരണം എന്നെ കാക്കാൻ എപ്പോഴും എൻ്റെ യേശുപ്പം കൂടെയുണ്ട്. ഇപ്പം ഞാൻ കരയോ യേശുപ്പ, ഞാൻ മടുത്ത് ഓടി എനിക്ക് ആരുമില്ല സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ സ്വർണ്ണക്കട തുടങ്ങുന്നതിന് 2-3 ആഴ്ചക്ക് മുമ്പ് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് ഞാൻ കരയും. അപ്പോൾ യേശുപ്പൻ എന്നോട് പറയാം, നീയാണോ ഓർണേ, ഞാൻ നിന്നെക്കാളും ദൂരം ഓർണേ, നീ എന്നാ ഓർണേ, ഞാനില്ല മുമ്പേ ഒത്തിരി ഓർണേന്ന്. അത് കേട്ടപ്പോൾ മുതൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായി, എനിക്ക് മുമ്പേ എൻ്റെ യേശുപ്പനാണ് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. ഞാനല്ല, ഞാൻ ആ തീരുമാനം എടുത്തത് പെട്ടെന്ന് യേശുപ്പൻ അറിഞ്ഞു പോലുമില്ല. പിന്നെ യേശുപ്പനോട് പറഞ്ഞപ്പോൾ എല്ലാം യേശുപ്പനാണ് അതിനു വേണ്ടി ഓർണത്, എല്ലാ കാര്യങ്ങളും നടത്തുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹത്തിട്ട് അപ്പം നമ്മൾ ഈ വചനം പ്രാർത്ഥിച്ചിട്ട് യഹോവ എനിക്ക് വേണ്ടി വലിയവ ചെയ്തിരിക്കുന്നു, ആ വചനം ക്രിയ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം ദൈവം നമുക്ക് വേണ്ടി വലിയവ ഒരാളെ സൃഷ്ടിക്കുമ്പോൾ അവരെപ്പറ്റി നമ്മൾ സ്വപ്നം കാണും. അങ്ങനെ ദൈവം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിനെ പറ്റി ഇതുപോലെ തന്നെ അപ്പനും അമ്മയും മക്കളെ പറ്റി സ്വപ്നം കാണില്ല, അതൊന്നും അല്ല കാണുന്നത്, ദൈവം അതിലും വലുതാണ്. അപ്പം നമ്മൾ ആ ഇതിലേക്ക് എത്തട്ടെ, എല്ലാവരും ദൈവത്തിൻ്റെ ആ സ്വപ്നത്തിയിട്ട് നമ്മളെത്തട്ടെ. ദൈവം നമ്മളെ പറ്റി കണ്ടേക്കണ സ്വപ്നങ്ങൾ നമ്മളെ ഓരോരുത്തരെയും കണ്ടിട്ടുണ്ട്. നീ അറിയാത്ത കാലത്ത് ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പ്രത്യാശയിലിരിക്കുക. പ്രത്യാശ സന്തോഷം തരും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് കരാട്ടിൻ്റെ ഉണ്ട്, ഹെയർ ലാക്സിങ് ഉണ്ട്. കൂടുതലും കരാട്ടിനാട്ടോ. ഇത് കേൾക്കുമ്പോൾ ഓർക്കരുത്, കരാട്ടിനാണ് കൂടുതൽ എങ്ങനെ ബെറ്റർ എന്നല്ല, അത് ഓർഗാനിക്കാണ്. അത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ കഴുകുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു പോകും. കഴുകുമ്പോൾ ഇങ്ങനെ നോർമലാകും. ഇപ്പോൾ എൻ്റെയൊക്കെ 5-8 മാസമായി. ഇപ്പോൾ ഇനി കുറച്ച് ചെയ്യണം. ഞാൻ ജൂൺ ജൂലൈയിലൊക്കെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ കരാട്ടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അപ്പം ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ അത് ചെയ്താൽ ഇങ്ങനെ വ്യത്യാസങ്ങളില്ല, സ്ട്രൈറ്റനിങ് ഇങ്ങനെ ഡിഫറൻസ് വരില്ല. 5-8 മാസം കഴിയുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ചെയ്താൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ ഹെയർ ലാക്സിങ്ങിന്
ഇതേ പണ്ട് ചെയ്ത ഇതുപോലെ ഇങ്ങനെ കിടക്കും ഹെയർ ലാസിങ്. ഇവിടെയുള്ള മുടി നോർമലായിട്ടിരിക്കും. അപ്പോൾ രണ്ടും ഒരു ഡിഫറൻസ് വരും, അത്രയേ ഉള്ളൂ. വെർജിൻ ഹെയറും പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ഹെയർ ലാസിങ് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല, അതിന് ചാർജ് കുറവാണ്. പക്ഷേ പിന്നെ കരാട്ടിൻ കളറൊക്കെ ചെയ്യണേ, ഡൈ ഒക്കെ ചെയ്തു തുടങ്ങിയ മുടിയാൽ ഒരിക്കലും ഹെയർ ലാസിങ്ങും സ്മൂത്തനിങ് ചെയ്യരുതെന്ന് എൻ്റെ അഭിപ്രായം. അത് ഡ്രൈനെസ് വർദ്ധിപ്പിക്കും. നമ്മൾ കരാട്ടിനിലേക്ക് തിരിയണം. പിന്നെ നമ്മൾ ആഫ്റ്റർ കെയർ ഇപ്പോൾ വരുന്നവരെല്ലാവരും നമ്മൾ നേരത്തെ ചെയ്തിട്ട് രണ്ടാമത് അതിലൊക്കെ പോയി ചെയ്തപ്പോൾ എല്ലാവർക്കും പ്രശ്നമായിട്ട് എല്ലാവരും ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാട്ടോ. നമ്മൾ ചെയ്ത് വിട്ടപ്പോൾ അവർക്ക് ഗുഡ് റിസൾട്ട് ആയിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ കോഴിക്കോട് നിന്ന് ഇനി അടുത്ത ദിവസമൊക്കെ വരും. ഇന്ന് വന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന വഴിയാണ് ചെയ്തിട്ട് ഇന്നലെ എന്നും കരാട്ടിൻ്റെ വർക്കുണ്ട് നമുക്ക്. അപ്പോൾ കരാട്ടിന് ഹെയർ ലാസിങ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കരാട്ടിൻ എന്ന് അറിയാണ്ട് പറഞ്ഞതാണ്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേര് ചോദിക്കണം. നമ്മൾ ചെയ്യുന്നത് കരാട്ടിൻ ബയോടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് ആട്ടോ. ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ്. അത് സൂപ്പർ റിസൾട്ടുമാണ്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കരാട്ടിലും അതാണ് നല്ലത്. ഇനിയിപ്പോൾ അതിൽ നല്ലത് വരുമായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മളത് ഇറക്കും. എൻ്റെ തലയെ പരീക്ഷണത്തിനും കൊടുക്കണേ. അപ്പം തന്നെ നമ്മൾ ഇറക്കും. അതൊന്നും പേടിക്കണ്ട. എന്നാ പുതിയത് ഇറങ്ങണേന്ന് വെച്ചാൽ ഞാൻ നോക്കിയിരിക്കും. തല എൻ്റെ പരീക്ഷിച്ചിട്ട് ബ്രാൻഡ് സാധനമാകുമ്പോൾ പരീക്ഷണത്തിനൊന്നും കൊടുത്താൽ കുഴപ്പമില്ലെന്നേ. നല്ല ബ്രാൻഡ് കമ്പനികളല്ലേ. ഇടി കൊടുക്കാൻ കേട്ടോ. നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ? അപ്പോൾ ഇനി നമുക്ക് യേശുവിൻ്റെ കൃപയാൽ നല്ല അതിമനോഹരമായ വീഡിയോസ് കാണാം. ശരി എന്നാൽ ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. എപ്പോഴും നമ്മുടെ അടുത്ത് ഹെയർ ലാസിങ് ചെയ്യാറ്. കരാട്ടം ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ഓസ്ട്രേലിയക്ക് പോവാം. അപ്പോൾ ഉടനെ എപ്പോഴാണ് വന്നതെന്ന് അറിയാൻ പാടില്ല. ഇത് തന്നെ ചെയ്യും. ഭയങ്കര ചുരുണ്ട മുടിയാണ്. ഇപ്പോൾ കൊച്ചത് ഇങ്ങനെ ഒരു 2-4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പം വന്ന മുടിക്ക് അത്ര ചുരുവില്ല. മുടി മടുത്തു. ഞാൻ ചുരുണ്ടിട്ട് ഒരു കാര്യമില്ല. എന്നെ ഒരു അടിച്ചു പതിപ്പിക്കും. അതുകൊണ്ട് കാണാട്ടോ. കളറൊക്കെ ചെയ്ത് നല്ല സ്റ്റൈലാക്കിയേക്കണ മുടിയാണ്. അത് കണ്ടോ. ഇതിപ്പോൾ ഇതൊരു വേഴ്സ് പോലെയായി. ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ കരാട്ടിനായ ഇത് ഇങ്ങനെ ഇതേ കണ്ടോ. ഇങ്ങനെയൊക്കെ നാച്ചുറൽ മുടി, നല്ല ചുരുണ്ട മുടി ഇപ്പം ഇതുപോലെയായി. ഇതിപ്പോൾ തലേന്ന് കെളുത്ത് വന്നേക്കണം ഇത്രയിടാം. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ ആഫ്റ്റർ കെയർ നന്നായിട്ട് ആ ശക്തി യൂസ് ചെയ്യും. അപ്പോൾ ആഫ്റ്റർ കെയർ മൾട്ടിവിറ്റാമിനൊക്കെ ചെന്നപ്പോൾ ആ ചുരുളിമ ഇങ്ങനെ ചുരുണ്ട മുടിയാണ്. അത് മാറി ഇങ്ങനെയായി ഒരു വേഴ്സ് പോലെ നല്ല നാച്ചുറൽ കേളിങ്ങനത്തെ ആൾക്കാർ ആഗ്രഹിക്കണം. അപ്പം അങ്ങനത്തെ ഒരു ലെവലിലേക്കായി. അപ്പോൾ ഇത് കണ്ടോ, ഈ ഹെയർ ലാസിങ്ങിന് ഇങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ ചെയ്യാണ്ടിരിക്കാൻ നിവർത്തിയില്ല. ചെയ്ത് അതുപോലെ കിടക്കും. അപ്പോൾ തലേന്ന് കെളുത്ത് വന്നത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഡിഫറൻസ് വരും. അപ്പം മുടി ആദ്യം മുതലേ കരാട്ടിൻ ചെയ്യുവാണെങ്കിൽ കരാട്ടിൻ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഓർക്കും ഞാൻ ഈ കരാട്ടിൻ്റെ കൂടുതൽ കാശുകളും കിട്ടിയിട്ടാണ്. അതോർത്തിട്ടൊന്നും അല്ല ഞാൻ പറയണേ. നിങ്ങൾ രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യും. കരാട്ടിൻ ആദ്യം മുതൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5-8 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞായാലും കരാട്ടിൻ റീഅടിച്ചാൽ മതി. ഇതിപ്പോൾ 6 മാസം കഴിയുമ്പോൾ അടിച്ചില്ലെങ്കിൽ 2 കൂടെ ഡിഫറൻസ് നമുക്ക് ഭയങ്കര പ്രത്യേകത വരും. ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞാൽ കരാട്ടിൻ നിർബന്ധമായിട്ട് ചെയ്യും. നമ്മുടെ കൊച്ചാട്ടോ എല്ലാ കാര്യത്തിനും തുണിയെടുക്കാനും നമ്മുടെ കടയില കുഞ്ഞിലെ മുതൽ ഇതിൻ്റെ അമ്മയും ചേച്ചിയും എല്ലാവരും നമ്മുടെ വലിയ ആൾക്കാരാ. ഇതിനും അതേട്ടാ നമുക്കിങ്ങനെ ഈ പെൺപിള്ളേർ വന്ന പോലെ എനിക്ക് പെൺകൊച്ചിലല്ലോ എപ്പോഴും ഓടി വന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് പോകട്ടെ എപ്പോഴും ഇങ്ങനെ അത് തന്നെ ഒരു അനുഗ്രഹം കേട്ടോ. നമുക്കിടെ ഏറ്റവും വലിയതാ നമ്മളൊന്നും നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആ ചിരി നമ്മളോട് സംസാരിക്കും. ഇതെൻ്റെ മുഖത്തോട്ട് നോക്കി ചുമ്മാ ഇങ്ങനെ വന്നിരിക്കുക. ആ കണ്ടോ ഇങ്ങനെ ഇരിക്കണോ ഒന്നും പറയില്ലല്ലോ. ഇങ്ങനെ ഫുൾ ഇതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ ചിരിക്കാൻ സാധിക്കട്ടെ. എനിക്ക് സാധിക്കട്ടെ. യേശപ്പൻ്റെ കൃപയാൽ കൊച്ചു ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ ചേച്ചി ഓസ്ട്രേലിയയിലെ എല്ലാ അനുഗ്രഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഒത്തിരി പ്രാർത്ഥനക്കാരും ഇത് കാണാറുണ്ട്. അപ്പോൾ ഒരു വാക്കുണ്ട് യേശുവിൻ്റെ അനുഗ്രഹം അനുഭവിക്കേണ്ടതെന്ന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഈ കൊച്ചിനെ അനുഗ്രഹിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചാലേ അങ്ങനെയുണ്ട് കാര്യം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് അടിപൊളിയായില്ലേ യേശുവിൻ്റെ കൃപയാൽ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെ നെറ്റിയുള്ളത് ഫോട്ടോജനിക്കാണ്. അവർ ഭയങ്കര ഫോട്ടോജനിക്കാന്ന് പറയും. നെറ്റിയുള്ളവരൊന്നും വിഷമിക്കണ്ട. പക്ഷെ നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പയ്യെ മുഖത്തേട്ട് ചാടിച്ച് അതെപ്പോഴും പുറകോട്ട് വെച്ച് ചാടാൻ പോലും മുടിക്ക് പാടാം. പിന്നെ ഫ്രണ്ടിലെ മുടി കുറവാണ്. മുടി കുറവുള്ളവർ എപ്പോഴും മസാജ് ചെയ്യാനാണ് പറയുന്നത്. എനിക്കിപ്പോൾ കുറഞ്ഞോട്ട് സകല പിടിച്ചപ്പോൾ അതെ ഇങ്ങനെ കുറവ്. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ TV ഒക്കെ കാണുമ്പോൾ ചുമ്മാ ഞെക്കി കൊടുക്കുന്നതാ ഇങ്ങനെ
ഇങ്ങനെയൊക്കെ ഞെക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കും. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. നന്നായിട്ട് മുടി ഇങ്ങനെ മസാജ് ചെയ്യുക, ചീപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ ഫ്രണ്ട് പെട്ടെന്ന് മുടി ആയിക്കോളും. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വെട്ടിയിടുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ കാണിച്ച് പണ്ട് പേനുള്ളപ്പോൾ മുടി ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ആ കയ്യൊക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു ഗ്ലാമർ വരും. അപ്പോൾ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങോട്ട് പുറകോട്ട് ചെയ്യാണ്ട് ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ആയിക്കോളും, മുടി ആയിക്കോളും. ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ചേച്ചിടുന്ന അത്ര ഭംഗി അല്ലാത്തവർക്ക് കിട്ടില്ല. അവർക്ക് ഇങ്ങനെ ചേരിച്ച് അപ്പം ചെയ്തോളൂ. ഇവിടെ ഒന്നും മുടിയില്ല. എന്നിട്ട് ഞാൻ ഒട്ടിപ്പോകാണ്ട് അടുത്ത വാഷിന് ഇച്ചിരൂടെ പൊങ്ങി വന്നോളൂ. ഒട്ടിപ്പോകാണ്ട് മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് ചാടിച്ച് അപ്പോൾ നമുക്കതാണ് ഭംഗി കൂടും. അപ്പോൾ ഇങ്ങനെ മുന്നിട്ട് മുടിയിടുക. അപ്പോൾ ഈ മോക്കട മുടി ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെ ചുരുണ്ട മുടിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഒത്തിരി ആർക്കും മുഖത്തിന് ചേർന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. മെല്ലിച്ചിങ്ങനെ ഇങ്ങനെ ഫോട്ടോനെ കാണിച്ചിട്ട് വള്ളി പോലെ ഓസ്ട്രേലിയക്ക് ചേച്ചി എടുത്തു പോയപ്പോൾ ചോക്ലേറ്റ് തിന്നാന്ന്. എൻ്റെ പോലെ ഇങ്ങനെ ഒരു പണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത ചക്കനെ കൊച്ചിനേടെ ഓസ്ട്രേലിയക്ക് കൂടെ അതേ ഫോട്ടോ അയച്ചുതരാം. അതല്ല ചേച്ചി മോഡലുകളുടെ പോലെ ഇങ്ങനെ ഇരുന്ന് ആളിങ്ങനെ ആക്കിയെടുത്ത് എനിക്ക് വയ്യ. മുടിയുടെ പ്രവേശം കാണാൻ എനിക്ക് പറ്റൂല. തിക്കുമുടി ആർന്നോട്ടോ, പണ്ടും തിക്കുമുടിയാ. യേശുവിൻ്റെ കൃപയുടെ അതിമനോഹരായില്ലേ നോക്കി. ഭയങ്കര ഡ്രൈ ഒക്കെ ആയിരുന്നു. അത് ഇപ്പോൾ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ. ഇപ്പോൾ ഇത്രയും കാലം അടുപ്പിച്ച് അത് ഈ പ്രായം കുറഞ്ഞ പിള്ളേർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ഹെയർ ലാസിങ്ങിന് അത്ര ഡ്രൈനെസ് വരില്ല. കളറ് നമ്മളെ ഈ കളറല്ല, നമ്മൾ ഡൈ അല്ല കേട്ടോ. വൈറ്റ് ഹെയറിന് ബ്ലാക്ക് കളർ അടിക്കില്ലേ, അത് അടിച്ചു തുടങ്ങുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അടിക്കണ്ടേ. ഇതൊക്കെ അടിച്ചാൽ കുറേ കാലത്തേറ്റ് ഇത് കിടക്കുമല്ലോ. അപ്പോൾ പക്ഷെ അങ്ങനെ അടിച്ചു തുടങ്ങുമ്പോഴത്തേനും ഡ്രൈനെസ് വരും. ഇത് കണ്ടോ, അടിപൊളിയായില്ലേ നോക്കി. അടിപൊളിയായില്ലേ. കൈ ഇങ്ങനെ ഓടിക്കാനും ഭയങ്കര സുഖം. ആശാത്തിക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോഴും സോഫ്റ്റ് ആയി. അത് തന്നെ കേരളാസിന് മതി. കരാട്ടി പിന്നെ അടുത്തോണ്ടെങ്കിലും കരാട്ടി ചെയ്യുന്ന പുറത്തോണ്ടിരിക്കണേ അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുമല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് കരാട്ടി കൊടുക്കാമെന്ന് ഓർത്തോണ്ടാണ്. അപ്പോൾ ഞാൻ വെർജിൻ ഹെയർ പ്രായം കുറഞ്ഞുള്ളതും പിന്നെ മുടി ഉരുണ്ടി എണ്ണമയം വന്നിട്ട് ഉരുണ്ട് കയറുന്നില്ലേ, അവർക്കൊക്കെ ഹെയർ ലാസിങ് നല്ല. പക്ഷേ കരാട്ടിനാക്കി ചുരുണ്ട മുടിക്കാരെ കരാട്ടം ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് അറിയില്ല. 6-7 മാസം കഴിയുമ്പോൾ 7 മാസം കഴിഞ്ഞ് എനിക്ക് ചെയ്യണ്ട പക്ഷേ ഇത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടും കൂടി ഇങ്ങനെ കുറേ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കുറേ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പക്ഷേ ഹെയർ മേക്ക് ഓവർ മനുഷ്യനെ മാറ്റി മതി. ഈ നോക്കണ ഫോട്ടോ കണ്ടാൽ മതി കേട്ടോ. എപ്പോഴും സുന്ദരിയാണ്, പക്ഷെ ആ മുടി ഇങ്ങനെ ചെയ്തേപ്പിന് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പം ഒത്തിരി ഇഷ്ടമായി. കൊച്ചിവിടെ അല്ലാണ്ട് ചെയ്യില്ല. കൊച്ചിന് എപ്പോൾ ഇത് വന്നാലും ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ എന്നെ ഒന്ന് കാണണം കേട്ടോ. ഇന്നലെ എനിക്ക് തിരക്കാറ്. നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനമല്ലോ. അപ്പോൾ ഇന്നലെ മാറ്റി വെച്ചു. ഞാൻ എന്നെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ചെയ്യില്ലെന്നറിയാം. ഒന്ന് ഡയറക്ഷൻ ഒന്ന് കൊടുത്തു, ഒന്ന് തൊട്ടാൽ സമാധാനം കൊച്ചിന്. അങ്ങനെ എല്ലാവർക്കും കൂടെ വരുന്നത് എല്ലാവർക്കും അതെ. ഞാൻ മുടി വെട്ടണം, ഞാനത് എന്നെ ഒന്ന് കാണാൻ ഞാനില്ലെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഇവിടെ തിരക്കുറവുണ്ട്. എവിടെ ചെന്നാലും അതെ എന്നെ ഒന്ന് കാണണം യേശുപ്പം. അത് ദൈവം എന്നെ അനുഗ്രഹിച്ചങ്ങനെ ഇതുങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹിക്കാനുള്ള സ്നേഹം കിട്ടാനൊക്കെ ഒരു ഭാഗ്യം ദൈവകൃപയാലുണ്ടായി. നിങ്ങളുടെയൊക്കെ സ്നേഹം അനുഭവിക്കാൻ. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ പോരെ. ഹലോ, ഈ മോള് ഹെയർ മേക്കോറിന് വന്നാൽ കഴിഞ്ഞ വർഷം 1 വർഷം മുമ്പ് കരാട്ടം ചെയ്തിട്ട് പോയതാ കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അതാ കരാട്ടം ചെയ്തതിൻ്റെ. T3 ഒക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഇങ്ങനെയൊക്കെ ഓക്കെ ആണോ? കുറവുണ്ടായിരുന്നോ? നോർമലാണ്. ഇങ്ങനെയാണ് ഇത് 1 വർഷം കഴിയുമ്പോൾ കരാട്ടിൻ്റെ രൂപം. ഈ കരാട്ടം ചെയ്യുന്നതിന് മുമ്പ് പണ്ട് നോർമൽ ഹെയർ എങ്ങനെയായിരുന്നോ? വേലി. ഇതാണ് കരാട്ടിൻ്റെ 1 വർഷം കഴിഞ്ഞ വർഷം നാനോ പ്ലാസ്റ്റി ചെയ്ത, ഈ വർഷം നാനോ ഫോഴ്സ് പ്ലാസ്റ്റി അപ്പോൾ ചെയ്യാൻ പോണേ. അത് കേട്ടോ പിടിക്കുമ്പോഴേക്കത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അങ്ങനെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഏതാണ്ടൊക്കെ ഉണ്ട്. ചില പൊട്ടലൊക്കെ ഉണ്ട് ഈ മുടിയൊക്കെ അല്ലേ? ഉണ്ട്. അപ്പം മൾട്ടി വിറ്റാമിൻ സിംഗോവൈറ്റും ബയോട്ടിനൊക്കെ കഴിക്കണം കേട്ടോ. കഴിക്കണ്ടല്ലേ? അത് ശരിക്കും കഴിച്ചോ. പൊട്ടലുണ്ട്. വേറെ സോഫ്റ്റ്നെസ് ഒക്കെ കഴിഞ്ഞ വർഷം കരാട്ടം ചെയ്താൽ നന്നായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഉള്ളു വെച്ചേക്കണം, ശ്രദ്ധിച്ചോ. പണ്ടത്തെ മുടിയുടെ ഉള്ളു കണ്ടോ? വെട്ടിക്കാണോ? ഇവിടെ ഇപ്പോൾ തിക്കായിട്ട് വന്നേക്കുന്നത് ഇത് കണ്ടോ? നിങ്ങൾ കണ്ടോ? ഉള്ളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ യേശുവിൻ്റെ കൃപയാൽ ഇത് കണ്ടോ? നിറച്ച് മുടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാം. ഇവിടുത്തെ ഉള്ളും കരാട്ടിനാകുമ്പോൾ എല്ലായിടവും സെയിം പോലെ കിടക്കൂലേ? ഇവിടുത്തെ കിടക്കണം നോക്കാം, ഇവിടുത്തെ മുടി കിടക്കണം നോക്കാം. നിറച്ച് മുടി ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണ്ടല്ലേ? എല്ലാം കറക്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടി വിറ്റാമിൻ ഇപ്പോൾ കഴിക്കേണ്ട കുഞ്ഞു പിള്ളേരുണ്ടല്ലേ? കുഞ്ഞു
പിള്ളേരെ കുറ്റം പറയുമൊന്നും വേണ്ട. അമ്മ വന്ന മൾട്ടി വിറ്റാമിൻ കഴിക്കും. പേര് പിള്ളേർക്കും ചേടാ. അപ്പൊ യേശുവിന്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് അതിമനോഹരാകുന്ന കാഴ്ച കാണാന്നാ. ശരിക്കും ഉണങ്ങിയിട്ടൂടെ ഇല്ല, ധൃതി പിടിച്ചുണക്കിയേക്കണം. അത് ഇത് കണ്ട പരസ്യത്തിനെ വല്ലണ പോലെ ആവുമെന്ന് പറഞ്ഞില്ല. അത് അടിപൊളി കണ്ട, പരസ്യത്തിനെ വല്ലണ പോലെ യേശുവിന്റെ കൃപയാല് അടിപൊളിയായി, സൂപ്പറായി. ഇനി ഇത് ഈ മുടി ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഇത് കുറച്ച് വെട്ടിക്കളഞ്ഞു. ഇവിടുത്തെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ യേശുവിൻ്റെ കൃപയാൽ ഇപ്പോൾ എല്ലാ ആഫ്റ്റർ കെയർ ഉദ്ദേശിച്ചപ്പോൾ ഇത്രയും മുടിയായി. അപ്പോൾ ആ മുടി ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ അങ്ങനെ താഴത്തേക്കുള്ളായിക്കോളും. താഴെ ഇടയ്ക്കിടയ്ക്ക് ഡ്രിം ചെയ്ത് കൊടുത്ത് പഴയ മുടിയൊക്കെ കളഞ്ഞാൽ മതി. ഇവിടെ വരെ നല്ല ഉള്ളിലൊക്കെ മുടിയായി. അപ്പോൾ ഈ കൊച്ചു കമ്പൽസറി ആയിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് നോക്കും. മൾട്ടി വിറ്റാമിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ പരിഹരിച്ചാൽ മുടിയെ പൊട്ടലൊക്കെ മാറും. അപ്പോൾ കരാട്ടിൻ ചെയ്താൽ 1 വർഷം കഴിഞ്ഞാൽ അല്ലേ, കരാട്ടിൻ ചെയ്തിട്ട് എന്നായിരുന്നു ഗുണമൊക്കെ? മുടി ഊരണത് കുറഞ്ഞു, തിക്നെസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈനെസ്സോ ഇല്ലല്ലോ. ആ സ്പാ ശരിക്കും എപ്പോഴും ചെയ്യണ ആളാണ്. അപ്പോൾ സോഫ്റ്റ് ഒക്കെ ഫീൽ ചെയ്യാറില്ലേ? കഴിക്കാറുണ്ട്. അപ്പോൾ ആശാദി കഴിഞ്ഞ വർഷം നാനോ പ്ലാസ്റ്റി ചെയ്താ, ഇപ്പൊ നാനോ ഫോഴ്സ് പ്ലാസ്റ്റി ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയതാ. അപ്പോൾ ആശാദി സംതൃപ്തിയായിട്ടാണ് ഇങ്ങോട്ട് ഇത് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ ആഫ്റ്റർ കെയർ എല്ലാം യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ ചെയ്തതിൻ്റെ ഗുണാട്ടോ. ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം പനങ്കുല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ. അനുസരണ ബലിയേക്കാൾ വെറുതെ എനിക്കില്ലാത്ത സംഭവമാട്ടോ. യേശപ്പൻ എന്നെ കൊണ്ട് മടുത്തു. അപ്പോൾ ഈ കൊച്ചു അനുസരണയുള്ള കൊച്ച് ദൈവത്തിൻ്റെ കൊച്ചായത് കാരണം അങ്ങനെയുള്ളവർക്കല്ലേ ഈ അനുസരണ തന്നെ. എന്തായാലും റിസൾട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാൻ മോളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മുഖം കാണിക്കില്ല. അവിടെ എന്നാ പറയണത് ഞാനിങ്ങനെ പറഞ്ഞ സത്യമാണോ നിങ്ങളെങ്ങനെ അറിയാനല്ലേ? അപ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കില്ല. ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കമന്റ് ഇടുക. അപ്പോൾ എല്ലാവരും മുടി ചെയ്യാനുള്ളവരെല്ലാവരും യേശുവിനെ കൃപ പെട്ടെന്ന് പോലെ ശരി. ഹലോ, ഈ മോക്കടെ ഹെയർ കണ്ടോ? നമ്മളിത് കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ. ഇപ്പം കണ്ടിട്ട് എന്തേലും ഒരു ഭംഗിയുണ്ടോ? ഇനി യേശുവിൻ്റെ കൃപയാൽ ഇത് പരസ്യത്തിനെ വല്ലണ പോലെ ആവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ മൾട്ടി വിറ്റാമിനൂടെ കഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ മുടി അതിമനോഹരമായിട്ട് എല്ലാവരും ഇപ്പോൾ അടിക്കാൻ വരുമ്പോൾ എന്തൊരു മുടിയായിട്ടവനെ ഞാൻ പറയാറില്ല പനങ്കൊല ഉണ്ടാകുന്ന യേശുവിൻ്റെ കൃപയാൽ. പനങ്കൊല തന്നെ എല്ലാവർക്കും ഉണ്ട്. അനുസരണയുള്ളവർക്ക് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം, മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം, D3 ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കണം. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും പനങ്കൊല ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്താലോ? നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുടിയുടെ അറ്റമൊക്കെ കണ്ട പൊളിഞ്ഞ് കംപ്ലീറ്റ് പൊട്ടി. ഈ പൊട്ടൽ കഴിഞ്ഞിട്ട് പിന്നെ ഇതിനേക്കൊരു കുഴപ്പമുള്ളതെന്നു വെച്ചാൽ നരയ്ക്കും നമ്മൾ. അപ്പോൾ ഈ D3 കുറയുമ്പോഴും മൾട്ടി വിറ്റാമിൻ കുറയുമ്പോഴും അങ്ങനെയൊക്കെയാണ് എൻ്റെ പിതാവ്. അപ്പോൾ ശരി, എന്നാൽ നമുക്കടുത്ത ഇതിൻ്റെ അതിമനോഹരമായ കാഴ്ച കണ്ടാലോ? ഞാൻ പറഞ്ഞില്ല അതിമനോഹരമായ കാഴ്ച കാണാമെന്ന്. ഇത് കണ്ടിട്ട് ഇപ്പോൾ ആ മുടിയാണ് ഓൾ ഓവർ കളറൊക്കെ ചെയ്ത് സൂപ്പറായിട്ടിരിക്കണം ഈ മുടി. അപ്പോൾ ഇത് അതിമനോഹരമായിട്ട് ഇപ്പോൾ മുടിയില്ലെന്ന് തോന്നുമോ? ആ മുടിയാണെന്ന് തോന്നുമോ? അടിപൊളിയായിട്ട്. ഇനി ഇത് നന്നായിട്ട് വളർന്നോളൂ കേട്ടോ. വളരാനുള്ള എല്ലാ വിദ്യയും, എനിക്കറിയാവുന്ന സകല വിദ്യയും വളരാനുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അനുസരിച്ചാൽ മാത്രം മതി. ആഫ്റ്റർ കെയർ മൾട്ടി വിറ്റാമിൻ ഇപ്പം നമ്മൾ ചെടിയൊക്കെ പൂക്കാനൊക്കെ മരുന്ന് ഒഴിക്കാണ്ട് പൂക്കാറുണ്ടോ? ഇതുപോലെയൊക്കെയാണ്. നമുക്കിപ്പോൾ വിറ്റാമിൻ ഗുളിയൊക്കെ കഴിച്ചാലാണ് എല്ലാം ഓക്കെയൊക്കെ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പ്രോബ്ലങ്ങൾ. പണ്ടത്തെ കാലത്ത് വെല്ലത്തിനും വളയിടാറുണ്ടോ? നമ്മൾ എല്ലാത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ളതൊക്കെ കിട്ടുമായിരുന്നു. പണ്ട് നമ്മൾ തിന്നണ ഫുഡും ഒക്കെ ഓർഗാനിക് നല്ലതുമായിരുന്നു. ഇപ്പം നമ്മുടെ ഫുഡിൻ്റെയൊക്കെ കുഴപ്പം കൊണ്ടായിരിക്കും നമ്മൾ ഗുളികകളൊക്കെ കഴിക്കേണ്ട തന്നെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിയതിന് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മുടിയുള്ളവരൊന്നും വിഷമിച്ചിരിക്കേണ്ട. മുടിയൊക്കെ അതിമനോഹരമായിട്ട് ഞങ്ങൾ ചെയ്തു തരാം. ഇപ്പം ഈ മോക്കടെ മുടി കണ്ടോ? ഇത് കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ. അതിമനോഹരമായ ഈ മുടി കണ്ടോ? അപ്പോൾ കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് ഇത് പരസ്യത്തിനെ വെല്ലണ പോലെ ആകും. ഇത്രയും ലോങ് ഇങ്ങനെ ഡ്രൈനെസ്സൊക്കെ വന്നാൽ നമുക്ക് കീപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്കിത് ഇങ്ങനെ കരാട്ടിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകിക്കിടക്കും. മെയിൻ്റനൻസ് ഭയങ്കര എളുപ്പമാണ്. ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മുടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാടാണ്. 1 മണിക്കൂറൊക്കെ എടുക്കുന്നവരുണ്ട് മുടി ചെയ്യുകയൊന്ന് ശരിയാക്കാൻ. അപ്പോൾ അതൊന്നും വേണ്ട. കരാട്ടിൻ ചെയ്താൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുകയും കൂടെ ചെയ്താൽ മുടി കൈ കൊണ്ട് കോന്തിയിട്ടാൽ മതി. ചീപ്പിൻ്റെ ആവശ്യമേ ഇല്ല.
അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കണ്ടോട്ടോ. അപ്പോൾ നല്ല ഇങ്ങനെ പരസ്യത്തിനെ വെല്ലണ പോലെ ഈ മുടി ഇപ്പോൾ ആകും. അപ്പോൾ പിന്നെ പറഞ്ഞതനുസരിക്കും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉള്ളാണ് ഇതിൻ്റെ അതിമനോഹരം. അറ്റമൊക്കെ വെട്ടിക്കൊണ്ടിരുന്നാൽ മതി. ശരി എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് പരസ്യത്തിനെ വെല്ലണ പോലെ ആകുമെന്ന്. ഇപ്പം നല്ല ഒതുങ്ങി നല്ല രസമായിട്ട് നല്ല തിക്നെസ്സൊക്കെ ഉള്ള മുടിയാട്ടോ ഇത്. നല്ല തിക്നെസ്സുള്ള മുടിയാണ്. അപ്പം അതിമനോഹരായില്ലേ എന്ന് നോക്കിക്കേ. കരാട്ടിൻ ചെയ്തിട്ടേക്കണേ. കരാട്ടിൻ ബയോട്ടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്തേക്കണേ. ഏറ്റവും അപ്ഡേറ്റ് സാധനം. ഇതൊരു ഇങ്ങനെ 8-9 മാസം കിട്ടും. പിന്നെ ആഫ്റ്റർ കെയറോടെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര തൃപ്തരാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെയാണ്. പുറത്തുനിന്നുള്ളവരെല്ലാം 1 വർഷം കഴിയുമ്പോഴല്ലേ വന്നേ. അവരെല്ലാം 1 വർഷം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും മുടിക്ക് കണ്ടില്ല. ഇങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. അതിമനോഹരമായിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ കരാട്ടിൻ ചെയ്ത് അങ്ങനെ ഗുണമൊക്കെ ഉണ്ട്. എപ്പോഴും കരാട്ടിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കരാട്ടിന് ഏതാ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ ചെയ്യാവുള്ളൂ. എപ്പോഴും അപ്ഡേഷൻ സാധനം, നല്ല പ്രൊഡക്റ്റ്, ബ്രാൻഡ് സാധനം കരാട്ടിൻ ചെയ്യാവുള്ളൂ എന്നാണ് പറയണത്. നമ്മൾ ഹെയർ ലാക്സിങ് ആയാലും അങ്ങനെ ചെയ്യണേ.